Hello class, this is me Dhanya. Today we are dealing with Matthew Arnold's study of poetry. Let us move on to our topic, study of poetry by Matthew Arnold. Matthew Arnold, an English poet, was born on 24th December 1822 and he was a cultural critic, he is a Victorian poet, and he is also called as a critic's critic. Matthew Arnold was a sage writer also. That is an important point. Sage writer. Sage writer means a type of writer who chastises and instructs the reader on contemporary social issues. And he was against the romanticism also. So, sage writer എന്ന് പറയുമ്പോൾ എന്താണ് നിലനിൽക്കുന്നതായിട്ടുള്ള സൊസൈറ്റിയിൽ നിലനിൽക്കുന്നതായിട്ടുള്ള യാഥാസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങളെ തൻ്റെ വർക്കിൽ കൂടി പുറം ലോകത്തിന് തുറന്നു കാണിക്കുന്നു അല്ലേ. അതാണ് കണ്ടംപററി സോഷ്യൽ ഇഷ്യൂസിനെ റീഡേഴ്സിലേക്ക് തൻ്റെ വർക്കുകളിൽ കൂടി എത്തിക്കുന്നു. അങ്ങനെയുള്ള റൈറ്റേഴ്സിനാണ് അവിടെ സേജ് റൈറ്റർ എന്ന് പറയുന്നത്. സോ മാത്യു ആർണോൾഡ് വാസ് എ സേജ് റൈറ്റർ ആൻഡ് ഹി വാസ് അഗെയിൻസ്റ്റ് റൊമാൻറ്റിസിസം. റൊമാൻറ്റിസിസം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നേച്ചറിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് അവിടെ വരുന്നത് അല്ലേ. So sage writer, the writings of the sage writer or the Victorian poetry was against the romanticism. And important works of Matthew Arnold is Dover Beach, Culture and Anarchy, God and the Bible, The Scholar Gypsy, etc. In this essay, Matthew Arnold criticizes or deals with 2 points. One is poetry, the art of poetry, and the second is art of criticism. Art of poetry and art of criticism. So first portion നമുക്കെടുക്കാം, art of poetry. Poetry is a criticism of life and it is governed by the laws of poetic truth and poetic beauty and must be free from charlatanism. അല്ലേ. മാത്യു ആർണോൾഡിൻ്റെ അഭിപ്രായത്തിൽ പോയട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ ക്രിറ്റിസിസം ഓഫ് ലൈഫ് ആൻഡ് പോയട്രി ഈസ് ഗവേൺഡ് ബൈ ദ ലോ ഓഫ് ട്രൂത്ത് ആൻഡ് poetic beauty. ഒരു ഗുഡ് പോയട്രി ആകണമെങ്കിൽ എന്തായിരിക്കണം? ഇറ്റ് കൺവേസ് ദ പോയറ്റിക് ട്രൂത്ത് ആൻഡ് ഹാവ് ദ പോയറ്റിക് ബ്യൂട്ടി ആൻഡ് മസ്റ്റ് ബി ഫ്രീ ഫ്രം ഷാർലറ്റാനിസം. ഷാർലറ്റാനിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഷാർലറ്റാനിസം മീൻസ് ദ ഫേക്ക് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ, തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ. അപ്പോൾ അദ്ദേഹം ഇപ്പുറത്ത് പറയുന്നുണ്ട്, അടുത്ത ഒരു ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട്, പോയട്രി is higher than religion, philosophy, science and theology because all these are suffered from charlatanism. അല്ലേ, റിലീജിയൻ ഫേക്ക്, റിലീജിയനിൽ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഫിലോസോഫിയിൽ, സയൻസിൽ, തിയോളജിയിൽ, എല്ലാത്തിലും എന്തുണ്ട്? That is, all these branches are suffered from charlatanism, but only the poetry does not. He says that as time goes on, man will continue to find the comfort and solace from poetry. And that means he says that as the time goes on, the man consider poetry as a superior, as a prime thing, than the religion, philosophy, science and theology. Matthew Arnold believes so. And poetry is the only successful method to understand the life. It conveys a poetic truth and poetic beauty. സോ അത്രയാണ് അദ്ദേഹം ആർട്ട് ഓഫ് പോയട്രി എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. പോയട്രി എന്താണെന്ന് പറഞ്ഞു. ഒരു ബെസ്റ്റ് പോയട്രി ആകണമെങ്കിൽ ആ പോയട്രി എന്തൊക്കെ അച്ചീവ് ചെയ്യണം എന്നുള്ളതും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറയുന്ന ഈ എസ്സേയിൽ പറയുന്ന സെക്കൻഡ് പോയിൻ്റ് എന്താണ്? ദ ക്രിറ്റിസിസം ഓഫ് ആർട്ട് ഓഫ് ക്രിറ്റിസിസം. അതിനുവേണ്ടി അദ്ദേഹം 3 പോയിൻറ്റ്സ് അല്ലേ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പോയട്രി നമ്മൾ വായിക്കാനായിട്ട് എടുത്തു. വായനയ്ക്ക് ശേഷം നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? നമ്മുടെ മനസ്സിലെങ്കിലും നമ്മളത് കൊള്ളായിരുന്നു, അല്ലെങ്കിൽ കൊള്ളില്ല, നമ്മളതിനെ എസ്റ്റിമേറ്റ് ചെയ്യും.
അങ്ങനെ അല്ലെങ്കിൽ ഒന്ന് ജഡ്ജ് ചെയ്യും. അത് മാത്യു ആർണോൾഡിൻ്റെ അഭിപ്രായത്തിൽ 3 രീതിയിലാണ് ഈ ഒരു ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ ഇവാലുവേഷൻ പോസിബിൾ ആവുന്നത് ഉണ്ടോ. ആർണോൾഡ് പോയിൻറ്റ്സ് ഔട്ട് ദാറ്റ് വെൻ വൺ റീഡ്സ് പോയട്രി he tends to estimate whether it is of best form or not. It happens in 3 ways. First is a historical estimate, second is a personal estimate, and the third is a real estimate. Historical estimate means it places the historical context of the art. Personal estimate depends on the personal taste, and the real estimate is an unbiased viewpoint. അപ്പോൾ ഹിസ്റ്റോറിക്കൽ എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കുന്നത്. അതൊരു പോയിട്രി നമ്മൾ റീഡ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നു. പോയട്രിയിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നായിട്ട് അതിൻ്റെ ഓതർ ആരാണ്, അദ്ദേഹം ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു, ആ കാലഘട്ടത്തിലെ സൊസൈറ്റി എങ്ങനെയായിരുന്നു, ആ കാലഘട്ടത്തിലുള്ള വിശ്വാസങ്ങളും അവരുടെ ട്രഡീഷനും എങ്ങനെയായിരുന്നു, അത് എത്രത്തോളം ഈ ഒരു വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, ഇതൊരു ഹിസ്റ്റോറിക്കൽ വർക്കാണോ, ആ ഒരു രീതിയിലുള്ള പഠനങ്ങളെല്ലാം നോക്കുമ്പോൾ ആ ഒരു ഹിസ്റ്റോറിക്കൽ വ്യൂ പോയിൻറ്റിൽ ഈ ഒരു പോയിട്രിയെ നോക്കുമ്പോൾ നമ്മളവിടെ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ആ പോയിട്രിയുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ പോയിട്രിയെ ആ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ എസ്റ്റിമേറ്റ് നടത്തുമ്പോൾ അവിടെ നമുക്ക് എന്ത് നഷ്ടമായി പോകുന്നു, ദ റിയൽ വാല്യൂ ഓഫ് ദ പോയട്രി. അതുകൊണ്ട് തന്നെ മാത്യു ആർണോൾഡ് ഈ ഒരു ഹിസ്റ്റോറിക്കൽ എസ്റ്റിമേറ്റിനോട് എഗെയിൻസ്റ്റ് ആണ്. സോ നെക്സ്റ്റ് ഈസ് എ പേഴ്സണൽ എസ്റ്റിമേറ്റ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സണൽ ടേസ്റ്റ്. അപ്പോൾ ഞാനൊരു പോയട്രി വായിക്കുന്നതിനായിട്ട് എടുക്കുന്നു. അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ പോയട്രി വായിച്ചു കഴിയുമ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ആ പോയട്രിയിൽ വന്നിട്ടില്ല, അത് ആ ഒരൊറ്റ റീസൺ കൊണ്ട് ആ പോയട്രി കൊള്ളില്ല എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അപ്പം ഒരു വ്യക്തിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഒരു വർക്ക് കൊള്ളാമോ ഇല്ലയോ എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ആ ഒരു എസ്റ്റിമേഷനെയാണ് പേഴ്സണൽ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അത് എന്തിനെ മാത്രമേ ആശ്രയിച്ചിരിക്കുകയുള്ളൂ, പേഴ്സണൽ ടേസ്റ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കത്തുള്ളൂ. ആൻഡ് റിയൽ എസ്റ്റിമേറ്റ് മീൻസ് ഇറ്റ് ഈസ് ആൻ അൺബയാസ്ഡ്, അല്ലേ, ഒന്നിനെയും ആശ്രയിക്കുന്നില്ല. റിയലായിട്ട് ആ പോയട്രിയെ ക്രിട്ടിസൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ പോയട്രിയെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. So Arnold should not be influenced by the historical or the personal judgment, because he said that both the historical and personal judgments are fallacious or wrong. Fallacious means wrong. And he proposes the touchstone method for analyzing the poetry in order to determine if it is a high standard or not. അപ്പോൾ ഒരു പോയട്രി വായിക്കുമ്പോൾ അത് നല്ലതാണോ, ബെസ്റ്റാണോ, അതൊരു ഹൈ സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്യുന്ന തരത്തിലുള്ള പോയട്രി ആണോ എന്നൊക്കെ നമുക്ക് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി ആർണോൾഡ് തന്നെ ഒരു പുതിയ മെത്തേഡ് സ്വീകരിച്ചിരിക്കുകയാണ്. ദാറ്റ് ഈസ് വാട്ട് വി കോൾഡ് എസ് എ ടച്ച്സ്റ്റോൺ മെത്തേഡ്. Then what is meant by touchstone method? Simply taking an example from classics and comparing them with other poetry with high standards. അതായത് ഒരു ഗുഡ് വർക്ക് എന്ന് നമ്മൾ എന്നും കൺസിഡർ ചെയ്യുന്നത് ക്ലാസിക്കൽ വർക്കിനെയാണ്. ആ ക്ലാസിക്കൽ വർക്കിലെ ലൈൻസിനെ നമ്മൾ കോട്ട് ചെയ്യുന്നു. അതിനുശേഷം ബാക്കി മോഡേൺ ആയിട്ടുള്ള പോയട്രിയെയും എടുക്കുന്നു. ആ മോഡേൺ പോയട്രിയെ ക്ലാസിക്കൽ വർക്കുമായിട്ട്, അതിലെ ലൈൻസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. എത്രത്തോളം മോഡേൺ പോയട്രിക്ക് ഈ ക്ലാസിക്കൽ വർക്കിൻ്റെ അത്രയും ഒരു സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ പരിശോധിക്കുന്നത്. അങ്ങനെ ആ ഒരു കമ്പയറിങ്ങിനാണ് എന്ത് പറയുന്നത്, ടച്ച്സ്റ്റോൺ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ബെസ്റ്റ് വർക്കായിട്ട് അവിടെ എന്നും കരുതുന്നത് എന്താണ്, ക്ലാസിക്കൽ വർക്കുകളാണ്. ആ ക്ലാസിക്കൽ വർക്കിനെ ക്രൈറ്റീരിയ ആയി വെച്ചുകൊണ്ട് പിന്നീടുള്ള വർക്കുകളെ ഇതുമായിട്ട് കമ്പയർ ചെയ്താണ് ഈ പുതിയ വർക്കുകളുടെ ആ ഒരു സ്റ്റാൻഡേർഡ് കണ്ടെത്തേണ്ടത് എന്നാര് പറയുന്നു, ടച്ച്സ്റ്റോൺ മെത്തേഡിൽ കൂടി നമ്മുടെ മാത്യു ആർണോൾഡ് പറയുകയാണ്.
അപ്പോൾ ഈ ക്ലാസിക്കൽ വർക്ക് എന്ന് പറയുന്നതാണ് ഇറ്റ്സ് എ റിയൽ വർക്ക് അക്കോർഡിംഗ് ടു ദ മാത്യു ആർണോൾഡ് അല്ലേ. ഇറ്റ് ഈസ് എ real work according to Matthew Arnold. And Arnold quotes Homer, Dante, Shakespeare and Milton possess a high poetic quality. അപ്പം ക്ലാസിക്കൽ വർക്ക് അല്ലെങ്കിൽ ക്ലാസിക്സ് ആയിട്ട് ഇദ്ദേഹം കൺസിഡർ ചെയ്യുന്നത് ഹോമർ, ഡാൻറ്റെ, ഷേക്സ്പിയർ ആൻഡ് ജോൺ മിൽട്ടൺ. He comments that the best form of poetry possesses high truth and seriousness that make up his subject matter along with the superior diction that marks its manner. അപ്പോൾ നല്ലൊരു പോയിട്രി ആകണമെങ്കിൽ അവിടെ ഹൈ ട്രൂത്ത് വേണം, സീരിയസ്നെസ് ഇൻ സബ്ജക്റ്റ് മാറ്റർ വേണം, ആൻഡ് ദ ഡിക്ഷൻ ഈസ് ഓൾസോ ഇൻ എ സുപ്പീരിയർ. ഡിക്ഷൻ മീൻസ് ദ വേർഡ്സ് ദാറ്റ് ക്യാൻ ബി യൂസ് ടു റൈറ്റ് ദാറ്റ് പർട്ടിക്കുലർ ആർട്ട്. ദെൻ ആർണോൾഡ്സ് ക്രിറ്റിസിസം ഓൺ. ഇനിയും അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് പോയിൻ്റാണ് ആർട്ട് ഓഫ് ക്രിറ്റിസിസം. അദ്ദേഹം പല പോയിൻറ്റ്സിനെയും അവിടെ ക്രിട്ടിസൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദ ഫസ്റ്റ് വൺ ഈസ് ചോസർ. ചോസർ excellent in style and manner, elevated in subject matter but lack of the high seriousness and truth. അപ്പം ചോസർ എങ്ങനെയുള്ള വ്യക്തിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ചോസർ ഹാസ് എ ലാക്ക് ഓഫ് സീരിയസ്നെസ് അല്ലേ, ബട്ട് ഇറ്റ് വാസ് എൻ എക്സലൻറ്റ് സ്റ്റൈൽ ആൻഡ് മാനർ. ചോസറിൻ്റെ ചോസർ എന്ന് പറഞ്ഞത് തന്നെ ആരാണത്? ഫാദർ ഓഫ് പോയട്രി എന്ന് പറയുന്ന വ്യക്തിയാണ് ആര്? ചോസർ. അദ്ദേഹത്തിനെയാണ് ആർണോൾഡ് എന്ത് ചെയ്യുന്നത്? ക്രിട്ടിസൈസ് ചെയ്യുന്നത്. എന്തില്ല എന്ന് പറഞ്ഞ് ലാക്ക് ഓഫ് ഹൈ സീരിയസ്നെസ് ആൻഡ് ട്രൂത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റ് മാറ്റർ, സ്റ്റൈല്, മാനർ ഒക്കെ ഓക്കെയാണ്, പക്ഷെങ്കിൽ ചോസർ ലാക്സ് ഹൈ സീരിയസ്നെസ് ആൻഡ് ട്രൂത്ത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പോയിട്രി അത്ര കണ്ട് നല്ലതല്ല, അല്ലെങ്കിൽ ബെസ്റ്റ് പോയിട്രി ആണ് എന്ന് പറയാൻ സാധിക്കില്ല എന്ന് ആർണോൾഡ് പറയുന്നു. Then age of Dryden and Pope. Both are not the poet classics but the prose classics of 18th century. അടുത്ത അദ്ദേഹം ഏജ് ഓഫ് ഡ്രൈഡൻ ആൻഡ് പോപ്പ്. 18th century റെസ്റ്റോറേഷൻ പീരീഡിലുള്ള റൈറ്റേഴ്സാണ് ആര്? ഡ്രൈഡൻ ആൻഡ് പോപ്പ്. അദ്ദേഹത്തിൻ്റെ ഇവരുടെ ഏജിൽ എന്തായിരുന്നു? ഒരു എമിനൻ്റ് ആയിട്ടുള്ള ഗ്രേറ്റസ്റ്റ് റൈറ്റർ ആയിരുന്നു. പക്ഷെങ്കിൽ ദേ വെയർ ദ റൈറ്റേഴ്സ് ഓഫ് ദ പ്രോസ്, നോട്ട് ദ പോയറ്റ് ക്ലാസിക്. ദേ ആർ ഓൺലി ദ പ്രോസ് ക്ലാസിക്സ് ഓഫ് ദ 18th century. പക്ഷെങ്കിൽ അവർ തിളങ്ങി നിന്നിരുന്നത് ഏത് റൈറ്റിങ്സിലായിരുന്നു? പ്രോസ് റൈറ്റിങ്ങിലായിരുന്നു, പോയട്രിയിൽ അല്ലായിരുന്നു. And after Dryden and Pope, Arnold moved on to Thomas Gray. Thomas Gray was constantly enjoyed the Greek poetry, but he is the scantiest and frailest classic since his output was very small. But Thomas Gray എന്ന് പറയുന്നത് അദ്ദേഹം ഒരു late 18th century റൈറ്ററാണ്, and he was mainly concentrated on Greek poetry. He was constantly enjoying the Greek poetry, but he was a frailest. That means he was a weak person. So his output, he can't be able to റൈറ്റ് എ ലോട്ട് അല്ലേ. അദ്ദേഹം ഒരു സ്കാൻഡിയസ്റ്റ് ആൻഡ് ഫ്രെയിലിയസ്റ്റ് ക്ലാസിക്കൽ റൈറ്റർ എന്നാണ് അദ്ദേഹം ആർണോൾഡ് ഇദ്ദേഹത്തിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പം അദ്ദേഹം ബേസിക്കലി ഒരു വീക്കായിട്ടുള്ളൊരു ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാടൊന്നും എഴുതാനായിട്ട് സാധിച്ചിരുന്നില്ല. പക്ഷേ എഴുതിയത് അത്രയും എന്താണ്? ഹൈ വാല്യൂ ഉള്ള ബെസ്റ്റ് പോയട്രിയാണ്. ആഫ്റ്റർ തോമസ് ഗ്രേ, Matthew Arnold moves on to Robert Burns. Robert Burns, he called him as a provincial poet. His poetry mainly deals with Scottish life, how truth in diction and movement but lack of high seriousness. റോബർട്ട് ബേൺസിനെ അദ്ദേഹം പ്രൊവിൻഷ്യൽ പോയറ്റ് എന്നാണ് വിളിക്കുക. ഒരു പ്രൊവിൻസിൻ്റെ, ഒരു പ്രദേശത്തിൻ്റെ, ഒരു പ്രവിശ്യയുടെ കാര്യം മാത്രമാണ് അദ്ദേഹം ഡീൽ ചെയ്യുന്നത്. അത് ബേൺസിൻ്റെ പോയം എടുത്തു കഴിഞ്ഞാൽ സ്കോട്ടിഷ് ലൈഫാണ് അദ്ദേഹം കൂടുതലായിട്ടും വെളിവാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പോയട്രിയിൽ ട്രൂത്ത് ഉണ്ട് ആൻഡ് ദ മൂവ്മെൻറ്റ് ആൻഡ് ബട്ട് ലാക്ക് ദ poetic seriousness. So we can't consider Burns' poetry as a best poetry. അല്ലേ. അത്രയും ഒരു ക്രിറ്റിസിസം, അത്രയും പേരെ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുകയാണ്. ചോസർ, ഡ്രൈഡൻ ആൻഡ് പോപ്പ്, തോമസ് ഗ്രേ, റോബർട്ട് ബേൺസ് അല്ലേ. ഇത്രയും പേരുടെ വർക്കുകളെ
ഇദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുകയാണ്. ഇതിനോടൊപ്പം തന്നെ മാത്യു ആർണോൾഡ് നെയിംഡ് ബൈറൺ, ഷെല്ലി ആൻഡ് കീറ്റ്സ് ഓൾസോ. അല്ലേ, ബൈറൺ, ഷെല്ലി ആൻഡ് കീറ്റ്സ് അല്ല, ബൈറൺ, ഷെല്ലി ആൻഡ് വേർഡ്സ്വർത്ത്. ബട്ട് ഡസ് നോട്ട് പാസ് എനി ജഡ്ജ്മെൻറ്റ് ഓൺ ദെയർ പോയട്രി. ഇവരുടെ ആ ഒരു പേര് ഒന്ന് പരാമർശിച്ചു പോയത് അല്ലാണ്ട് ഇവരെക്കുറിച്ച് ഇദ്ദേഹം കാര്യമായിട്ടൊന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. കാരണം ഇവർ ഏകദേശം ഒരേ ഏജിൽ വരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ക്രിട്ടിസൈസ് ചെയ്യാൻ ഇദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു എന്നൊരു വേർഷനും നമ്മൾ കാണുന്നുണ്ട്. Then, as a cultural critic, he criticized two worst habits in Victorian age. They are Philistinism and materialism. രണ്ടും ഏകദേശം ഒരേ മീനിങ് വരുന്നത് തന്നെയാണ്. എന്താണ്? ഉപഭോക്തൃ സംസ്കാരം, അല്ലേ, അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള അൺസിവിലൈസ്ഡ് ആയിട്ടുള്ളത്, അപരിഷ്കൃതമായിട്ടുള്ളത്, അല്ലെങ്കിൽ മെറ്റീരിയൽസിൻ്റെ പുറകെയുള്ള, അതായത് വാല്യൂസ് ഒന്നും ഇല്ലാത്ത, മെറ്റീരിയലിസത്തിൻ്റെ മാത്രം പുറകെ, ഒരു കൺസ്യൂമറിസം, അതിന് മാത്രം പുറകെ പോകുന്ന ഒരു അപരിഷ്കൃതമായിട്ടുള്ള ഒരു ജനത, ആ ഒരു ജനതയായിരുന്നു വിക്ടോറിയൻ ഏജിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കൾച്ചറിന് എതിരായിട്ട് അതിനെ ക്രിട്ടിസൈസ് ചെയ്തും ഇദ്ദേഹം വിമർശനാത്മകമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ കൂടി ചിത്രീകരിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു. And he believes that only poetry can find a solution to all these problems and focused a high moral seriousness in his poetry. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു, എന്താണ്? The only solution to all these problems are the poetry and focused high moral seriousness in his poetry. അദ്ദേഹത്തിൻ്റെ പോയട്രിയിൽ അദ്ദേഹം എന്നും ഹൈ സീരിയസ്നെസ് വരാനായിട്ട് എന്നും ശ്രമിച്ചിരുന്നു, അല്ലേ? അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ക്ലാസിക്കൽ പോയംസ് ആണ് ഏറ്റവും ബെസ്റ്റായിട്ട് എക്കാലത്തും നിലനിൽക്കുന്നത്. ക്ലാസിക്കൽ പോയംസ് ആണ്. ഏജിനോ ടേസ്റ്റിനോ പ്ലേസിനോ അല്ലെ ഒന്നിനും, പേഴ്സണൽ എസ്റ്റിമേറ്റ്, ഹിസ്റ്റോറിക്കൽ എസ്റ്റിമേറ്റ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു, അതിനൊന്നിനും എന്താണ് ഈ ഒരു ക്ലാസിക്കൽ പോയംസിനെ മാറ്റിമറിക്കാനായിട്ട്, അല്ലെങ്കിൽ അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം ബെസ്റ്റ് ഓഫ് ഓൾ ദ ഏജ് എന്ന് പറയാൻ പറ്റുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? ക്ലാസിക്കൽ പോയംസ് മാത്രമേ ഉള്ളൂ എന്ന് ആർണോൾഡ് പറയുന്നു. So he believes that the poetry can find the solution to all the problems. അല്ലേ? അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു ലെസണിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്, അവിടെ സ്കാൻറ്റിയസ്റ്റ് ആൻഡ് ഫ്രെയിലിയസ്റ്റ് ഇംഗ്ലീഷ് ക്ലാസിക് എന്ന മാത്യു ആർണോൾഡ് ആരെയാണ് വിളിച്ചിരിക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ, അല്ലേ, മാത്യു ആർണോൾഡ് കോൾഡ് എസ് എ പ്രൊവിൻഷ്യൽ പോയിറ്റ് ആരെയാണ്? റോബർട്ട് ബേൺസ് ആണ്, അല്ലേ? ആൻഡ് സ്കാൻറ്റിയസ്റ്റ് ആൻഡ് ഫ്രെയിലിയസ്റ്റ് ഇംഗ്ലീഷ് ക്ലാസിക് മാത്യു ആർണോൾഡ് കോൾഡ് ആസ് എ തോമസ് ഗ്രേ, അല്ലേ? ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് അവിടെ പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്. ടെസ്റ്റ് ഓൺ മെത്തേഡ്, ടെസ്റ്റ് ഓൺ ഹൂ പ്രപ്പോസസ് ദ ടെസ്റ്റ് ഓൺ മെത്തേഡ്, അങ്ങനൊരു ക്വസ്റ്റ്യൻ ആരാണ്? മാത്യു ആർണോൾഡ്, അല്ലേ? അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് അവിടെ പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. സോ അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു ലെസണിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. നമ്മൾക്ക് MCQs ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി നമുക്ക് ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു കമൻറ്റ് ആണ് എന്നെ ഈ ഒരു ഇതിൽ പിടിച്ചു നിർത്തുന്നത്. സോ അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എങ്ങനെയുണ്ട് ക്ലാസ് എന്ന് എനിക്ക് തന്നെ ഒന്ന് അറിയാനുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ ആ ഒരു കമൻറ്റ് എന്നുള്ളത്. സോ ഞാൻ നിങ്ങളുടെ ആ ഒരു കമൻറ്റിനെ എപ്പോഴും വെൽക്കം ചെയ്യുന്ന ഒരാളാണ്. സോ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.